9730 ശരി ശരി കേട്ടോ. അല്ല ആ മെസ്സേജ് വന്നിട്ട് പോവാ. മെസ്സേജ് വരും. വന്നാൽ മതി. അസ്ലമേ ഈ എന്താ വിളിച്ചേ? മൊയ്മട്ടിയേക്കാൻ്റെ പീടിയില്ല, പീടിയുടെ പുറകിൽ. ഞാൻ വരാം, അങ്ങോട്ട് വരാം. ഇത് കഴിഞ്ഞ് ലുക്ക് കറക്റ്റ് അല്ലേ? കുറച്ച് നല്ല ചിരി കൊടുത്തേ, ഇങ്ങനെ അങ്ങനെ റോളിംഗ് ആക്ഷൻ. നമസ്കാരം. നമസ്കാരം. നീ പറയല്ലേ, ഞാൻ തുടങ്ങിയതാണ്. ഞാൻ ഇതിനല്ലേ പറയുന്നല്ലേ, ആവശ്യമില്ലാത്ത പറയല്ലേ. എൻ്റെ ആ ഒരു ഇത്. റോളിംഗ് ആക്ഷൻ. നമസ്കാരം മാന്യ പ്രേക്ഷകർക്ക് പാരിജാതൻസ് പേഴ്സണാലിറ്റി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിഷയം ദേഷ്യം എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ്. ചിരിക്കണ്ട, അങ്ങോട്ട് ഓടിച്ചോളാം. ദേഷ്യത്തിന് പറയുമ്പോൾ ചിരിക്ക. ദേഷ്യം എങ്ങനെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താം എന്നുള്ള ഒരു വിഷയമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. കൂളായി നല്ലൊരു മനുഷ്യനായി എങ്ങനെ ബിഹേവ് ചെയ്യാം എന്നുള്ള 5-10 ടിപ്സാണ് നിങ്ങൾക്ക് ഞാൻ പകർന്നു തരുന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രായോഗികമായി വിജയിച്ച ഒന്ന്. എന്താണ് അച്ഛാ കണ്ണു മൂക്കൂലാതെയാണ് നടക്കണം? ഇവിടെ ഒരു വർക്ക് നടക്കണ കൂടെ. ഇവിടെ ഒന്നും ചെയ്യണ്ട. എന്താ കാര്യം? എന്റെ വീടാണ്. അതിന് ഞാൻ കാശ് മുടക്കി വെച്ച വീടാണ്. അച്ഛ അവൻ എന്റെ സുഹൃത്താണ്, അവനോട് മോശമായിട്ട് വർത്താനം പറയരുത്. എന്തെങ്കിലും ആവശ്യമില്ലാതെ പറഞ്ഞാൽ ഞാൻ അച്ഛനാണ് മോനാണെന്ന് നോക്കൂലാട്ടാ. ചവിട്ടിക്കൂട്ടി ഞാൻ കായലിൽ കളയും ഞാൻ. പിന്നെ ചവിട്ടണ്ടേ? ഇയാള് മേടിക്ക് വേണ്ടി ഒന്ന് പോയതാണ്. എന്ത് കാണിക്കാൻ? ഇങ്ങോട്ട് പോര് കാണിക്കാൻ. ഞാൻ അങ്ങോട്ട് വരട്ടെ. ഓടോ അങ്ങോട്ട്. ഈ അത് കുരുപ്പൊക്കെ ഇരുന്ന് എങ്ങനെയാ ഒരു വർക്ക് ചെയ്യണം? നമ്മൾ ദേഷ്യപ്പെടുന്നതിനെ കുറിച്ചിട്ടാണല്ലോ സംസാരിക്കുന്നത്. കൈവിട്ടു പോയാൽ നമുക്ക് അത് ചെറിയൊരു പ്രശ്നം ചില ഫോൺ വീഴുമ്പോ ഇത് ഒരു രണ്ടാമത് എടുക്കാം. ദേഷ്യം നമുക്ക് നിയന്ത്രിക്കാൻ വേണ്ടി ആദ്യം നിങ്ങൾക്ക് വേണ്ടി എനിക്ക് പറഞ്ഞു തരാനുള്ള ഒരു ടിപ്സ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ കുടുംബത്തിലുള്ള കാരണവന്മാരോട്, അച്ഛനമ്മമാരോട് മാന്യമായി പെരുമാറാൻ നമ്മൾ ശീലിക്കണം. കുടുംബത്തിലുള്ള നമുക്ക് തലക്ക് മൂത്തവരെ ബഹുമാനിക്കുക എന്നുള്ള ഒരൊറ്റ കാര്യമാണ്. രണ്ടാൾ വന്നത് എന്താ? ഇത് രണ്ടാൾ കാണുന്നുണ്ടല്ലോ. രണ്ടാളാ? ഇല്ല, തെറ്റിയില്ലല്ലോ. എന്നോടല്ലേ പറഞ്ഞ ഫീൽഡിൽ വന്ന് നിക്കല്ലേന്ന്. എന്റെ വീടാണ്. വീടാണെങ്കിൽ തലയിൽ വെച്ചോണ്ട് ഞാനൊരു പണി ചെയ്യണം കണ്ടുകൂടെന്ന്. എടാ നീ പിടിക്കട്ടടോ. ഇനി ഇങ്ങോട്ട് വന്നാൽ ചവിട്ടി ഞാൻ കൂട്ടും. ഞാൻ ഉള്ള കാര്യം നമ്മളൊരു നല്ല കാര്യം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മാന്യമായിട്ട് ഞാൻ പെരുമാറണം. എന്താണ് അച്ഛൻ? ഇതുപോലെ അച്ഛൻ എനക്കുണ്ട്. വീട്ടിൽ പോലെ അച്ഛനാണ് ഇറക്കോ തല്ലിക്കൊന്ന് ഞാൻ കെട്ടി തൂക്കിയാണ് ഇയാളുടെ സ്വഭാവത്തിന്. നമുക്ക് മോശമാണ്, നമ്മൾ ജയിലിൽ പോകേണ്ടി വരും. നീ വെച്ചോ, നമുക്ക് തീർക്കാം. ഞാൻ എന്തെങ്കിലും അതിക്രമം ചെയ്യോട്ടെ ഇനി വന്നാ എന്റെ മൈൻഡ് മാറിയിരിക്കാണ്. അച്ഛൻ്റെ ഒരു ഫോട്ടോ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് വെച്ചാലോ? എന്തിനാണത്? അതൊരു നല്ല കാര്യമല്ലേ അത്? ഇതിന്റെ മൂഡ് കിട്ടാൻ വേണ്ടിട്ട് ഈ മേടിക്കുമല്ലേ. ഇപ്പൊ നമ്മള് പ്ലാൻ ചെയ്ത പോലെ പറഞ്ഞു വെച്ചാൽ മതി. ആരോ വന്നിരുന്നു പുറയിൽ നോക്ക്. ആരാന്നേ? ഞാൻ പാരിജാത സാറിനെ ഒന്ന് കാണാൻ വന്ന ഞങ്ങള്. പാരിജാത സാറിനെ കാണാനേ. സാറിന് ഫാൻസ് ആയിരിക്കും. വന്നോ. എന്താണ് ഈ ചെക്കന് ലക്ഷണം കെട്ട നോക്കുന്നത്? അച്ഛനെ കടത്തി വെക്കും. അത് ഇവനെ വേറെ എവിടെയെങ്കിലും കാണിച്ചാ ഇതിനു മുമ്പ്? ഇപ്പൊ ഈ മൊയ്തു എന്ന് പറഞ്ഞിട്ടൊരു. അതേത് ഹോസ്പിറ്റലില്? ഡോക്ടറല്ല, ഈ മന്ത്രിച്ച കൂതണ ഒരാളാണ്. അതുകൊണ്ട് കാര്യമൊന്നുമില്ല, അവന്റെ മുഖത്തിട്ട് തുപ്പാന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് അപ്പോഴാണ് ഈ യൂട്യൂബ് ചാനലിലെ അതിപ്പോ ഇന്ന് ഞാനൊരു വീഡിയോ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ കുറച്ച് നല്ല ഉപദേശങ്ങളൊക്കെ ഇത് നിസ്സാര കാര്യമല്ലേ ഉള്ളൂ. ഒരു പൂ നുള്ളി കളയണ ലാഘവത്തോടെ നമുക്ക് ഇവന് ഉഷാറാക്കി തരാം. പോരെ മോനെ? അങ്കിള് പറയണ പോലെ ഒന്ന് ചെയ്യണം. നീ കൈ രണ്ടും ഇങ്ങനെ നീട്ടിയേ, ഇങ്ങനെ ഉയർത്തിപ്പിടിക്കേ.
അവിടെ ഇട്ട് ഒരക്കാനല്ല ഇങ്ങനെ നേരെ പിടിക്കും. ആ ഇനി ഇങ്ങനെ ഇങ്ങനെ കാണിച്ചേ. ഭയങ്കര വാശിയാണ് അതാണ്. ഓക്കെ ഓക്കെ കിട്ടോ നോ പ്രോബ്ലം, ഒരു പ്രശ്നമില്ല അവന്. അതെ ഇവന് ചെറിയ അന്തർമുഖ സിദ്ധാന്തത്തിന്റെ ഒരു ആരംഭമുണ്ട്. സിദ്ധാന്തോ? ആ ഞാൻ പറയട്ടെ, കംപ്ലീറ്റ് പറഞ്ഞാലേ അത് മനസ്സിലാവുള്ളൂ. ഈ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ അതുമ്മ തൂങ്ങണ്ട, ഇത് ഞാൻ ക്ലിയർ ചെയ്ത് തരാം. അപ്പോഴേ ഇതിന് വേറെ ട്രീറ്റ്മെന്റ് ഒന്നും വേണ്ട, നമുക്കൊരു കൗൺസിലിംഗ് ഒന്നും വേണ്ട. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അവനിൽ നമ്മുടെ ഇഷ്ടങ്ങൾ അടിച്ചേൽപ്പിക്കാതെ അവൻ്റെ ചില ഇഷ്ടങ്ങളുണ്ട്, അവൻ അങ്ങോട്ട് കയറൂരി വിടുക. അതല്ല, അവൻ അങ്ങനെ ഇഷ്ടങ്ങളൊന്നും ഇല്ല, അതാണ് പ്രശ്നം. അയ്യോ അത് നമ്മളെല്ലാം അങ്ങനെ തീരുമാനിക്കുന്നത്. എൻ്റെ അച്ഛൻ എന്നെ എൻ്റെ ഇഷ്ടത്തിന് അഴിച്ചുവിട്ട് വളർത്തിയ ഒരാളാണ്, അതുകൊണ്ടാണ് എനിക്ക് ഈ നിലയിലെത്താൻ പറ്റിയത്. ഇവനെ അങ്ങോട്ട് അഴിച്ചുവിടാന്നേ ഉള്ളൂ. അവന് ഒരു രോഗിയാണെന്നുള്ള ഒരു ശ്രദ്ധയൊന്നും നിങ്ങൾ കൊടുക്കണ്ട. അവനത് ഒരു പ്രായം കഴിയുമ്പോൾ അവന് ഓക്കെ ആയിക്കോളും. അയ്യോ അച്ഛാ ഭക്ഷണം കഴിച്ചായിരുന്ന? ഓട്സ് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായി. കഴിച്ചടാ മോനെ, ആണല്ലേ? അച്ഛൻ കഴിച്ചടാ. ഓഹോ നീ വാ, നമുക്ക് കഴിക്കാം. ഞാൻ വരാം, ഞാൻ ഒരു ഗസ്റ്റ് ഉണ്ട്, ഒന്ന് സംസാരിച്ചിട്ട് വരാം. വാ ആ കേട്ടാ, ആ വേഗം വാ. വരാം. ഞാൻ ചെല്ലാതെ ഭക്ഷണം കഴിക്കൂല. അപ്പൊ ഇത്രേ ഉള്ളൂ. ഇതിൽ വേറെ ടെൻഷൻ അടിക്കണ്ട. ശരി, അപ്പൊ നമ്മളൊന്നും ചെയ്യണ്ട. ഒന്നും ചെയ്യണ്ട, അവനവന്റെ ഇഷ്ടത്തിന് അങ്ങോട്ട് വിട്ടേച്ചാൽ മതി, ഒരു പ്രശ്നമില്ല. ആ മനസ്സിലായി. എന്നാ പോകാം. പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇല്ല നമുക്കറിയാവുന്നല്ലേ പറയാൻ പറ്റും. ശരി എന്നാ. ആ തൽക്കാലം ഒരു 1000 രൂപ തന്നെ, ബാക്കി അത് കഴിഞ്ഞിട്ട് എന്താ റെഡി ആയിട്ട് പറയാം. എന്തിനാ 1000 റുപ്യ? 1000 രൂപ ഇതിന്റെ ഫീസ് സ്റ്റാർട്ടിങ്. ഫീസും ഉണ്ടോ അവിടെ? അത് ഫസ്റ്റ് സിറ്റിങ്ങിന് 1000 രൂപയാണ്, പിന്നെ ഡെവലപ്പ് ആകുന്നതനുസരിച്ചിട്ട് നമുക്ക് എന്താന്ന് വെച്ചാൽ പറയാം. അപ്പൊ ഒരു സെൽഫി എടുത്തിട്ട് അവിടെ ഇരിക്കാം, ഇൻസ്റ്റാഗ്രാമിൽ ഇടാനാണ്. എല്ലാം ചിരിക്കണം. ആ ഇട്. സൂപ്പർ. ഓക്കെ എന്നാ. എന്നെ ആരെങ്കിലും കാണാൻ ഇവിടെ പാർട്ടി വരുമ്പോ അവിടെ വന്നിരുന്ന് ഇളക്കരുന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഇളക്കണില്ലടാ. കൊല്ലും ഞാൻ. ജീവിക്കാനും പോകും. അയ്യോ, വെറുതെ Ujjwal 14. Ujjwal 14. Ujjwal 14. മോനെന്താ ചിരിക്കില്ലേ? ചിരിക്കും. ചിരി വരുന്നില്ലല്ലോ മോനെ. മറിമായം.